കളർ കറുപ്പ് കളറാണ്. എന്റെ പൊന്നെ നല്ലൊരു ഇനാന്ന് തോന്നൂല. മുറയാ? അതെ, മുറ ബ്രീഡിൽ വന്നതാണ് ഏകദേശം. അടിപൊളി. ഇവരൊക്കെ ഏകദേശം ഒരേ പ്രായക്കാരാണ്. ചെറിയ വ്യത്യാസം. ഇവൻ 4 പല്ല്, ഇവൻ 2 പല്ല്. ആള് ശരിക്കും പാവാണ്. ഇപ്പൊ ഈ ഓട്ടം എന്താണെന്ന് വെച്ചാൽ ആള് ശരിക്കും സൈലന്റ് ആണ്. ആള് വേറെ കുറുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ജേഴ്സി നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂരുള്ള മുസീരീസ് അഗ്രി ഫാമിലാട്ടോ. ഇവിടെ പെരുന്നാളിന് പറ്റിയ പോത്തുകളുണ്ട് കേട്ടോ. ഇവയൊക്കെ വിൽക്കാനുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് സുൽത്താൻ, സിക്കന്ദർ, ബിലാൽ എന്നീ പോത്തുകളാട്ടോ. അപ്പൊ ഇവരെ കാണേണ്ട കാഴ്ച തന്നെയാണ്. അടിപൊളി കാഴ്ചകളാണ്. അപ്പൊ ഇതിന്റെ കാഴ്ചയിലേക്ക് നമുക്ക് പോകട്ടോ. ഇക്ക നമസ്കാരം. അപ്പൊ ആദ്യം ആരും നമുക്ക് പരിചയപ്പെടണ്ടേ? നമ്മുടെ ഇപ്പൊ മെയിൻ ആയിട്ട് സെലക്ട് ചെയ്തെടുത്ത കുറച്ച് നല്ല ഭംഗിയുള്ള പോത്തുകളുണ്ട് പെരുന്നാൾ ആവശ്യത്തിന് പറ്റി. അതുകൂടാണ്ട് ഒരു നമ്മുടെ ബാക്കിൽ തന്നെ ഓടി കിടക്കുന്ന എന്റെ പെറ്റായിട്ടുള്ള ലിയോ എന്നാളുടെ പേര്. ലിയോ എന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം ആരെയാണ് പരിചയപ്പെടുന്നത്? നമുക്ക് ഒരാളെ കാണിക്കുന്നില്ല. ഞാനിപ്പോ നമ്മുടെ ബിലാൽ എന്ന് പറഞ്ഞ പേരില് കറക്റ്റ് ഒരു 26 മാസം നമ്മുടെ നാട്ടില് പ്രസവിച്ച് 26 മാസം പ്രായം. 2 വയസ്സ് 2 പല്ലാണ് അതിന് പ്രായം വരുന്നത്. അപ്പൊ ആളെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തും. അപ്പൊ ഇക്ക പറഞ്ഞ പോത്ത് ഇറങ്ങി വരുന്നുണ്ട്. കാണേണ്ട കാഴ്ച തന്നെയാട്ടോ. ഇതാ വരുന്നുണ്ട്. എന്റെ പൊന്നോ, ഒന്നും പറയണ്ട, അടിപൊളിയാട്ടോ. ഇവന് എത്ര മാസമാണെന്ന് പറഞ്ഞേട്ടാ? 26 മാസമുള്ള. ഒന്ന് പറയോ? എന്റെ പൊന്നു, നമുക്ക് കണ്ടാ തന്നെ എന്താ പറയാ, വാവ്, സൂപ്പർ, അടിപൊളി. ഇവനിപ്പോ എത്ര കിലോ കാണും ഇക്ക? ഏകദേശം എന്തായാലും ഒരു മീറ്റ് വരെയാണെങ്കിൽ ഒരു 300-350 ഇടയിൽ എന്തായാലും ഉണ്ടാവും. ഓന്റെ പൊന്നോ, നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. ഇക്കടെ പകുതി ഹൈറ്റ് നല്ലതുണ്ട്. കറുപ്പ് കളറാണ്. എന്റെ പൊന്നെ നല്ലൊരു ഇനാന്ന് തോന്നൂല. മുറയാ? അതെ, മുറ ബ്രീഡിൽ വന്നതാണ് ഏകദേശം. അടിപൊളി. നാട്ടിൽ തന്നെ പ്രസവിച്ചിട്ടുണ്ടായതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. കാരണം നിലവിൽ ഇപ്പൊ ഈ പ്രായത്തില് നല്ലൊരു വളർച്ച ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ പാല് കുടിച്ചതിന്റെ ആ ഒരു ഗുണം കാണിക്കുന്നുണ്ട്. ഇവനിപ്പോ എന്താ തീറ്റ കൊടുത്തേ? ഇപ്പൊ ഇതിന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്നത് ഉഴുന്നും തവിട്, ചോളത്തവിട്, സോയാത്തവിട്, പിണ്ണാക്കുകൾ ആണ് കൊടുക്കുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് പെരുന്നാൾ ആവശ്യത്തില് ഇങ്ങനെ കൊടുക്കാറുണ്ട്. അത്യാവശ്യം മാന്യമാര് നല്ലൊരു വില കിട്ടാറുണ്ട്. നമുക്ക് സ്ഥിരം എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ട് പോത്തുകൾ. പെരുന്നാളിന് കൊടുക്കണമെന്ന് കരുതുന്നു. എത്ര വില ഉദ്ദേശിക്കുന്ന ഒരു മാഹൂല? അങ്ങനെയല്ല, ഒരു മാന്യമായ ഒരു വില കിട്ടിയാൽ കൊടുക്കാം. ഇതിപ്പോ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനിപ്പോ വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് എടുക്കാം. കാരണം അതിന്റെ പല്ല് പോയി വരണുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പ്രായമൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ ഇത് ഇനി ഒരു കൊല്ലം കൂടിയൊക്കെ നിന്ന് കഴിഞ്ഞാല് ശരിക്കും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു ബുള്ളാവാനുള്ള ഒരു സാധ്യത ഉണ്ട് ആള്. നമ്മൾ വിചാരിക്കാം, എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമേ ഭയങ്കര പേടിയാ, പക്ഷെ ഒരു കുഴപ്പമില്ല. അതിന്റെ ഒരു കളിയത്. ബിലാൽ 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 ഇപ്പൊ നമ്മൾ കണ്ടത് ബിലാലിനെയാണ്. പിന്നെ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സുൽത്താൻ എന്ന പോത്താട്ടോ. അപ്പൊ അവന്റെ പേര് പോലെ തന്നെ സുൽത്താനാണോ ഒന്ന് നോക്കാട്ടോ. ആ സൈഡിലാണ് അവന്റെ ഒരു വരവ് നോക്കാം. അടിപൊളി. ഇവനിപ്പോ എത്ര പ്രായം ഉണ്ടാവും? ഇവനിപ്പോ 3 വയസ്സ്. ഓക്കെ. അപ്പൊ 4 പല്ല് പ്രായം. 4 പല്ല് പ്രായം. എത്ര വെയിറ്റ് കാണും?
ഏകദേശം ഒരു 350 ആ റേഞ്ച് ഒക്കെ തന്നെ വരണം. റേഞ്ച് ഒക്കെ തന്നെ. ഓക്കെ, ഇത് ഹരിയാനയിൽ ഡയറക്റ്റ് വന്ന നല്ല ക്വാളിറ്റി ഉള്ള ബുള്ളാണ്. ഓക്കെ, ഇവന് എന്ത് തീറ്റ കൊടുക്കണേ? എന്നെ നമ്മൾ നേരത്തെ ബിലാലിന് കൊടുക്കണ സെയിം തീറ്റയാണോ? അടിപൊളി പോത്താട്ടോ, എന്റെ പൊന്നോ, ഒന്നും പറയണ്ട. അതെ, ഇക്കട ഹൈക്കും മേളിലുണ്ട്. ഇച്ചിരി കുറുമ്പാലവൻ, ഇവന് ഇച്ചിരി കുറുമ്പനാലേ മറ്റവനെക്കാളും കൂടുതല്. ഈ ബിലാലിനെക്കാളും കൂടുതൽ കുറുമ്പനാലവൻ. കുറുമ്പല്ലേ കുറച്ച് കൂടുതൽ, പവർ കൂടുതലാണ് ഇവന്. ഇതിലും വലിയോടെ എന്റെ ഉണ്ട്, പക്ഷെ നാലിവൻ അതിൽ പവറാണ്. രക്ഷയില്ല. പിന്നെ അതെ അവിടെ ഓടി കിടക്കുന്ന ആളാണ്. ഇതിന് കൊടുക്കാനുള്ളല്ലേ? ആ അതന്നെ, ഇതിനെ കൊടുക്കാനുള്ളത്. അപ്പൊ ഇതിന് എത്ര റേറ്റ് ചോദിക്കുന്നു? നമുക്കൊരു 2 ലക്ഷം രൂപ കിട്ടിയാ കൊടുക്കാന്ന് കരുതുന്നു. പിന്നെ ഞാൻ ഈ പറയുന്ന വിലക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് വന്ന് കണ്ടിട്ട് ആ വിലക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ കൊടുക്കുക. അതല്ല ആ വിലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കച്ചവടമുള്ള അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മാന്യമായ രീതിയിൽ കൊടുക്കാം. നമുക്ക് അത്തരണ വിലക്കുള്ള മുതലുണ്ടാവും. ഈ മുതലിനുള്ള വില തന്നാൽ മതി, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് വലിയ മോഹവിലയാണ് അത് ഇതൊന്നും പറയല്ല. ഈ മുതല് ഞാൻ പറയുന്ന വിലക്ക് ഉണ്ടെങ്കിൽ അത് തരാം. അതെല്ലാം നിങ്ങൾ പറയുന്ന വിലക്കുള്ള ഞാൻ അങ്ങോട്ട് കൊടുക്കും. അതെ, അതായത് ഇക്ക പറഞ്ഞത് ഇവിടെ ഈ പോത്തിനെ കണ്ട് മനസ്സിലാക്കിയിട്ട് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു അല്ലേ? അതെ. ഇക്ക ഈ സുൽത്താന്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകത നിങ്ങൾ ഇപ്പൊ കണ്ടില്ലേ, ഇവന്റെ പവർ അത് ഒന്നും പറയാനല്ല. അവന്റെ ആ ഒരു അപ്പൊ ഏറ്റവും വലിയ എന്റെ വലിയ പോത്തിനേക്കാൾ ആള് പവർ തലപിടുത്തത് കണ്ടില്ല. അവനവിടെ നിന്ന് കഴിഞ്ഞാല് പോത്ത് കാണാനുണ്ട്. ഒരു തലയെടുപ്പാണ്. തലയെടുപ്പിന്റെ കാര്യത്തില് അവന്റെ ഫ്രണ്ട് ഒക്കെ നോക്കി നല്ല പെരടി പവറിലും കാര്യങ്ങളും. തലയെടുപ്പിന്റെ കാര്യത്തില് ഒന്നും പറയാനില്ലേ, കണ്ടില്ല. നിന്ന് ഞാൻ നിന്നോളൂ സുൽത്താൻ. പിന്നെ അത്യാവശ്യം നല്ല കുറുമ്പനാണ്, അത്യാവശ്യം നല്ല വികൃതിയാണ്. നല്ല വികൃതി എന്ന് പറഞ്ഞാൽ നല്ല വികൃതിയാണ്. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോ അയ്യോ പേടിയാണ്, പക്ഷെ ആള് ആ വികൃതി പ്രായത്തിന്റേതായുള്ള ഒരു വികൃതി മാത്രമേ ഉള്ളൂ, വേറെ അങ്ങനത്തെ പ്രശ്നക്കാരൊന്നുമല്ല. നല്ല സ്നേഹമാണ്, നല്ല സ്നേഹമുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് എടുക്കും. സുൽത്താൻ സുൽത്താൻ. അപ്പൊ നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് നിർത്തി നോക്കാട്ടോ. വാ, അടിപൊളി. ബിലാലിനെ സുൽത്താനെ നോക്കി അടിപൊളിയായിട്ട് നല്ല പോത്തുകളാണേ. ഓക്കെ, കാണുന്നുണ്ട് എന്നാ അടിപൊളി ഒരേ സൈസ് അല്ലേ? ഇവരൊക്കെ ഏകദേശം ഒരേ പ്രായക്കാരാണ്, ചെറിയ വ്യത്യാസം. ഇവൻ 4 പല്ല്, ഇവൻ 2 പല്ല്. സെയിം തീറ്റയാണ് കൊടുക്കുന്നത്. അടിപൊളി. ഇവന്റെ പല്ല് 2 പല്ല് പ്രായം. ഞാൻ വിചാരിച്ചേ ഈ രണ്ടുപേരും ഒരുമിച്ച് ചിലപ്പോ ഇടി കൊടുക്കും, പക്ഷെ ഒരു കുഴപ്പമൊന്നുമില്ല. നല്ല കണക്കുണ്ട് കേട്ടോ. ഇക്കാണെങ്കിലും മാനേജ് ചെയ്യാൻ തലപ്പവറാണ്. തലപ്പവർ മേലൊക്കെ അവിടെ ഇവിടെ വരച്ചിങ്ങനെ വെച്ചേക്കാണ്. വെറുതെ നിക്കൂല. ഇവന് ഇങ്ങനെ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഈ ഷോയ്ക്കൊക്കെ ഇറക്കാനൊക്കെ അടിപൊളി പോത്തല്ലേ ഇത്? നമ്മുടെ കേരളത്തില് ഷോകൾ വളരെ കുറവാണ്. 2 ഷോയാ നിലവിൽ നടന്നിട്ടുള്ളൂ. പറഞ്ഞൊരു 4 കൊല്ലം മുമ്പ് കൊടുങ്ങല്ലൂരും, പിന്നെ കഴിഞ്ഞ ഇതിന്റെ ഇടയില് ഷോജി രവി നടത്തിയ യൂട്യൂബർ നടത്തി വരുന്ന ഷോ നടന്നിട്ടുള്ളൂ. അതാണ് കേരളത്തിൽ അങ്ങനെ ഷോ കാര്യങ്ങളൊന്നുമില്ല. ഈ മുറാപ്പോത്തിന്റെ ലക്ഷണം ഉണ്ടല്ലേ, അതിന്റെ ബാക്കിലുള്ള വിരിവും വാലർക്കും. അതെ, നമ്മളിപ്പോ മുറാപ്പോത്തുന്നല്ല, ഏത് പോത്താണെങ്കിലും വളർത്താൻ എടുക്കുന്നവരെ എപ്പോഴും നല്ല ഹൈറ്റും ലെങ്ത്തും നോക്കാം. ഈ പുറത്തുള്ള ഹൈറ്റ്, കാൽ ഇടനീളം ഹൈറ്റും കാര്യങ്ങളും വേണം, നല്ല വളർച്ച വരുള്ളൂ. അടിപൊളി. പിന്നെ എപ്പോഴും പവർ കിട്ടണമെങ്കിൽ ഈ പെരടി വേണം. പെരടി ഉണ്ടെങ്കിലാണ് പോത്തിന് ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഇതെവിടെ ചെറിയ കൊമ്പ്, ആള് നിക്കണില്ല. അടിപൊളി പോത്താട്ടോ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പോത്ത്, നമുക്ക് ആരെയും ആകർഷിക്കുന്ന ഒരു പോത്താട്ടോ അത്. അതായത് ഇതൊക്കെ സത്യം പറഞ്ഞാല് ആവശ്യക്കാരൻ വന്ന ഫസ്റ്റ് വന്നോ തന്നെ പോത്ത് വാങ്ങിച്ചിട്ട് പോകുള്ളൂ, പടി വിട്ട് പോകൂല. കാരണം ആർക്കും ഇഷ്ടപ്പെടും പോത്ത് കണ്ട. എന്താണ് ലിയോ 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 ഭയങ്കര ആക്റ്റീവാണ്. ലിയോ ഓക്കെ, ഇനിയിപ്പോ അടുത്ത ആളെ ഇറക്കാൻ പോട്ടെ. ആളുടെ പേരെന്താ? സിക്കന്ദർ. അപ്പൊ ഇയാളെ ഇറക്കിയപ്പം അയാളെ ഇറക്കണം എന്നുള്ള വാശിയിലാട്ടോ, അത് ഉറപ്പുണ്ട്.
ഇവനിപ്പോ 6 വലിയ പ്രായം, 4 വയസ്സ് പ്രായമുണ്ടോ. തല പൊക്കി പിടിക്കുമ്പോൾ 6 അടി മേലുണ്ടോ, മറ്റേതൊരു 5-7 ആ റേഞ്ചൊക്കെ കാണണം. അവിടെ ഒരാളുടെ കാട്ടാൻ കണ്ടി ലിയോ. സത്യം പറഞ്ഞാലേ കുറെയൊക്കെ നമ്മൾ ഡെയിലി കാണാൻ നമുക്ക് മനസ്സിലാവില്ല. അതാണ് മെയിൻ വിഷയം. എന്തായാലും ഒരു 500+ ഉണ്ടാവണം എന്നാണ് പ്രതീക്ഷ. അതാണ് ഹൈലൈറ്റ്. അതെ, അതിപ്പോ കേരളത്തിൽ അറിയപ്പെടുന്ന കുറെ പോത്തുകളുണ്ട്. അതിലിപ്പോ ഏറ്റവും വലിയ പോത്ത് നമ്മുടെ ഗുമൻഗാലിയാണ്, ചാനുക്കാട. കുറെ കോമ്പറ്റീഷൻ വിൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ അതൊക്കെ കണ്ടിട്ട് ആഗ്രഹത്തിന് വരുന്ന നമ്മൾ ഇതിലേക്കൊക്കെ ഇറങ്ങി തിരിച്ച്. അപ്പൊ ഇവന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഹൈറ്റ് തന്നെയാണ്. ആള് നല്ല ഹൈറ്റ് ഉണ്ട് പോത്ത്. ആള് ശരിക്കും പാവമാണ്. ഇപ്പൊ ഈ ഓട്ടം എന്താണെന്ന് വെച്ചാൽ ആള് ശരിക്കും സൈലന്റ് ആണ്. ആള് വേറെ കുറുമ്പ് കാര്യങ്ങളൊന്നുമില്ല, വേറെ നമ്മളായിട്ടൊന്നും ഒരു പ്രശ്നമില്ല. സുൽത്താനൊക്കെ ഇടയ്ക്ക് നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇടി ഇടിക്കും. ഈ ബിലാലാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഇടിയൊക്കെ തരും. ശിവന്റെ കരുതാനെ പേടിക്കണ്ട, യാതൊരു കുഴപ്പമില്ല. നല്ല ഇണക്കും, ശാന്തനാണ്. അതിപ്പോ ഈ മുറ ഇനത്തിൽ വരുന്നവരുടെ ഒരു പ്രത്യേകതയായിട്ട് പലരും പറയാറില്ലാണ്, അവര് മറ്റു പോത്തലോട്ട് പ്രശ്നക്കാരല്ല എന്നുള്ളത്. അല്ല, ഇതിപ്പോ ഇനിയും വളരാനുണ്ട് പോത്ത്, ശരിക്കും ഇനിയും ശരിക്കും കേറാനുണ്ട്. പിന്നെ അവർക്ക് പിന്നെ സ്നേഹം ഉണ്ടാവല്ലോ, അവരത്രയും നല്ല രീതിയിൽ നമുക്ക് കെയർ കൊടുത്ത് നിൽക്കണത്. അവർക്കൊരു സ്ട്രെസ് വരാത്ത വിധത്തിൽ നമ്മൾ അത്രയും അവർക്ക് കെയർ കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്താണ് വേണ്ടത്, ഇപ്പൊ ഫുഡ് മാത്രം ചിലപ്പോൾ കൊടുത്താൽ പറ്റില്ല. അവർക്ക് നല്ല ക്ലൈമറ്റ് കാര്യങ്ങൾ എപ്പോഴും തണുത്ത് നിൽക്കാനുള്ള ഇതൊക്കെ ആയിട്ട് അവരെപ്പോഴും അവന്റെ ഇപ്പൊ രാവിലെ പകലില്ലാണ്ട് ഇതിന്റെ പുക തന്നെ ഉണ്ടാവും. ആ ഒരു സ്നേഹം തിരിച്ചും ഈ പോത്തുകളുടെ എന്ത് നമുക്ക് കിട്ടും. പശുക്കളെയൊക്കെ അപേക്ഷിച്ച് വരെ ഗുണം അതാണ്. ഈ എരുമ പോത്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട് ഭയങ്കര ഇണക്കുമായിരിക്കുള്ളൂ. ഇനി ഇടിച്ച് നാറ്റിക്കരുതിട്ട് തന്നെ ഇത്രയൊക്കെ ഇടിക്കൂല എന്നൊക്കെ പറഞ്ഞാണ്. ഇപ്പില്ലേ ഞാൻ പറയാം, സുൽത്താനെ നേരത്തെ ഇറക്കിയപ്പോ ഞാൻ കയർ കയ്യിൽ നിന്ന് വിടുക, ശിവന്റെ കയർ എനിക്ക് കയ്യിൽ നിന്ന് വിടാം. കാരണം എനിക്ക് വിശ്വാസമാണ്, അതത്രയും വിശ്വാസമാണ്. ഇവന് പ്രശ്നം നമ്മളെ വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മറ്റവരെ കൈ ചിലപ്പോ എന്നെ എടുത്തുകൊണ്ട് പോകും. അവിടേക്ക് 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 എന്താണ് അത് നല്ല ബ്ലാക്ക് ആണ്, ഷൈനിങ് ഉണ്ട്. വാ, വേറെ കുഴപ്പമൊന്നുമില്ല ആള്. അല്ലേ ഇത് ഹൈറ്റിലുണ്ട്. ഞാൻ അത്രയും പോത്തുകള് അന്വേഷിച്ച് നടന്നിട്ട് ഹൈറ്റ് കഴിഞ്ഞ എൻ്റെ വലിയൊരു പോത്ത് ഉണ്ടായിരുന്നു, അതായത് ജാഫ്രബാദി എന്ന് പറഞ്ഞ ബ്രീഡിൽ. അതിന് ഭയങ്കര ഹൈറ്റ് ആയിരുന്നു. ആ ഹൈറ്റുള്ള പോത്ത് കുറെ അന്വേഷിച്ച് നടന്നിട്ടാണ് ഇവനെ കിട്ടിയത്. കുറെ പോത്ത് കണ്ടിട്ട് ഇതിന് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തന്നെ ഹൈറ്റ് നോക്കി. പിന്നെ വലിയ പോത്തുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും, ഈ ആളെ നേരിട്ട് കാണുള്ളൂ. വീഡിയോയിൽ എത്ര അവന്റെ ഹൈറ്റ് ലെങ്ത് വീഡിയോയിലേക്ക് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ലെങ്ത് ശരിക്കും മനസ്സിലാവണം. ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം അതിന്റെ ഒപ്പം. ഇപ്പൊ റോട്ടില് ആള് നിൽക്കും, കണ്ടില്ല? ഇപ്പോഴാണ് അവന്റെ ശരിക്കുള്ളത് കിട്ടുള്ളൂ. പെരുന്നാളിനായിട്ട് വലിയ പോത്തുകൾ മാത്രമല്ല കേട്ടോ, നല്ല ചെറിയ പോത്തുകൾ 2 വയസ്സൊക്കെ പ്രായത്തിലുള്ള ചെറിയ പോത്തുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട്, സ്ഥിരം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ തന്നെ ഒരു 5-8 എണ്ണം നിലവിൽ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. അതിനുള്ള ആവശ്യക്കാരൊന്നും നമുക്കത് കൊടുക്കാൻ പറ്റും. പ്രായത്തിലല്ല, നമുക്ക് പെരുന്നാളിലെന്ന് പറഞ്ഞാൽ 2 വയസ്സ് കഴിയണം. വേറെ വൈകല്യങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ നല്ല ചുരുക്കമുള്ള പോത്തുകളായിരിക്കണം. അപ്പൊ ലക്ഷണമുള്ള പോത്തുകൾ. വേറെ അംഗവൈകല്യങ്ങൾ കാര്യങ്ങളൊന്നും പാടില്ല, അതാണ് പറയണ. അപ്പോൾ പള്ളികൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട്, നമ്മുടെ ഇത് കൊണ്ടുപോകണ പള്ളികളുണ്ട്, കാര്യങ്ങളുണ്ട്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് HF കാളേനെ കേട്ടോ. റോക്കി എന്നാണ് പേര്. അവനാണ് ഇപ്പൊ ഇറക്കാൻ പോകുന്നത് കേട്ടോ. എന്റെ പൊന്നു, ഇതിന്റെ ഹൈറ്റ് നോക്കി. എന്തൊരു അല്ല, ഒറിജിനൽ പുള്ളാണ്. നമ്മളിപ്പോ കേരളത്തിന് പുറത്ത് ഒക്കെ ആടിയിൽ കാണൂലേ, ഈ പാലിന്റെ ഒക്കെ പരസ്യത്തിലെ കാണാൻ വലിയ പുള്ള്. ഇപ്പൊ നമ്മൾ സിക്കന്ദറിനേക്കാളും വലുതാണ്. ഏകദേശം 6 വലിയ പ്രായമാണ് വരുന്നത്. അതായത് ഒരു 4 വയസ്സിനൊക്കെ മേലോട്ടുണ്ടാവും. ഇത് പറഞ്ഞാൽ നമുക്ക് ബ്രീഡിംഗ് പർപ്പസിന് നിർത്താൻ പറ്റിയ നല്ല റിസൾട്ട് ഉള്ള പുല്ലാണ്. ഇതിന്റെയൊക്കെ ഒരു ഫാമിലിക്ക് വേണമെങ്കിൽ നിർത്താം. അതായത് നമുക്ക് പെരുന്നാളിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാതെ, അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ കൊണ്ട് ഇവന്റെ ഒരു 10 കിട്ടിയാൽ തന്നെ മുതലായി ഇവന്റെ കാശ്. കാരണം എങ്ങനെ വന്നാലും 40+ ഈൽഡ് മിൽക്കിൽ കിട്ടും. അത്രയും ക്വാളിറ്റി ഉണ്ട് ആള്. ഇവന് ഏകദേശം ഇപ്പോൾ ഒരു 5-9 ഏകദേശം ഹൈറ്റും 9.5 അടി ലെങ്ത്തുമാണ് ഇവന് വരുന്നത്. ആള് നല്ല ആക്റ്റീവാണ്.
ഇവിടെ ഉള്ള എല്ലാം തുള്ളി കളിക്കാനുള്ള ഇവിടെ ഉള്ളതെല്ലാം ഭയങ്കര തുള്ളി കളിക്കണം. വലിയൊരു പുള്ളും അതേപോലെ തന്നെ അവന്റെ 2 വയസ്സ് കഴിഞ്ഞ പുള്ളാണത്. അവനവന്റെ മേറ്റിന്റെ ടെൻസി പോലുള്ള അവന്റെ ആ ഒരു ഇത് കാണിക്കണേണ് പോണല്ല. ആ അവനവന്റെ ചെറുതല്ലാതെ കാണിക്കണേണ്. അല്ലല്ല അവൻ 2 വയസ്സൊക്കെ കഴിഞ്ഞിരിക്കണ പുള്ളാണ്. അവന് ഇതിന്റെ മേത്ത് കയറാൻ വേണ്ടിട്ടുള്ള വരവാണ് വരുന്നത്. ഇന്ന് അടി കിട്ടോ അതിനൊന്ന് എന്റെ അത് കെട്ടിക്കോ സിക്കന്ദറിന്റെ റോക്കിയിലേക്ക് ഇത് ലിയോ കൊണ്ടുപോയി. എന്റെ അമ്മ ലിയോ ആണ്ട്ടോ ഇവിടെ പുലിയിലെ. ലിയോണ് ഇപ്പൊ ചക്ക എടുത്തുകൊണ്ടുപോയത്. അടങ്ങി നിക്കറ അവിടെ അട്ടി വാങ്ങുന്നു. അതെ ഇപ്പൊ ഇവർ രണ്ടുപേരും ഇപ്പൊ ഇല്ലേ നമുക്ക് പെരുന്നാൾ ആവശ്യത്തിന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ബ്രീഡിങ് പർപ്പസിനും നിർത്താൻ പറ്റിയ അടിപൊളി ക്വാളിറ്റിയുള്ള ബുള്ളാണ്. ഇപ്പൊ നമ്മുടെ ലിയോനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു പുങ്കന്നൂർ മിക്സോ അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ ടൈപ്പ് ഓങ്കോളിൻ്റെ ഒക്കെ ഓങ്കോളിൻ്റെ മോഡൽ തന്നെ ഒരു മിനിയേച്ചറിൽ പെടുത്താൻ പറ്റിയ ആളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞത് 6 പല്ല് പ്രായം വരുന്നുണ്ട്. നല്ല ഹൈറ്റ്, ലെങ്ത്ത്, നല്ല ബ്രീഡിങ്ങിൻ്റെ റിസൾട്ട് ഉണ്ട്. എല്ലാം കൊണ്ടും ഓക്കെയാണ്. അതെ അതെ നല്ല ക്വാളിറ്റി ഉണ്ട്. HF പലരും HF എന്ന് പറയണതിലുപരി ശരിക്ക് നമുക്കിപ്പോൾ പുറത്ത് കാണണം, ഇപ്പോൾ ജർമ്മനി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന ആ ക്വാളിറ്റി ഉള്ള ഒരു ബുള്ളാണ്. അതിൻ്റെ ഹൈറ്റ് വൈസ് ആണെങ്കിൽ ലെങ്ത് വൈസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും ആൾക്ക് ഓക്കെയാണ്. ഇപ്പോൾ വീഡിയോയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. മറ്റേ ലെങ്ത് ഹൈറ്റ് ഇത്രയും കഷ്ടപ്പെട്ടൊരു വീഡിയോ ഇല്ല. ആളിപ്പാവണം വേറെ കുഴപ്പം. ഞാനിതിന്റെ മൂക്ക് എയർ കട്ട് ചെയ്തിട്ടൊക്കെ ഇരുന്നു. ഇന്നലെ 2ാമത് കുത്തിയത്. വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കില്ല. എന്റെ പേരിൽ 2ാമത് ഇപ്പൊ കുത്തിയത്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചു ഞാൻ പറയണേക്കാളും നല്ലത് കുറെ ഫാമുകൾ കവർ ചെയ്തിട്ടുള്ള ഫാമുകൾ. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഇത്രയും വലിയ പുള്ള്, ഇത്രയും ക്വാളിറ്റി ഉള്ള കണ്ടില്ല? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ക്വാളിറ്റി കൊണ്ടും വലിപ്പം കൊണ്ടൊക്കെ അത്യാവശ്യം ഇപ്പൊ കേരളത്തില് ആദ്യത്തെ ഒരു 5 10 എണ്ണത്തിലേക്ക് 5-നുള്ളിൽ എന്തായാലും വരുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ. നല്ല വൈറ്റ് കുളമ്പാണ്, കൊമ്പാണെന്നൊക്കെ നല്ല വൈറ്റ് കളറാണ്. സ്കിന്നൊക്കെ ഇതുപോലത്തെ സ്കിൻ ജർമ്മൻ അതന്നെ, ജർമ്മൻ അല്ലേ, ഓസ്ട്രേലിയ അങ്ങനെ പുറത്ത് ബ്രീഡാണ്. അത്തരത്തിലുള്ള ബുള്ളുകൾക്ക് മാത്രം പല്ല് ഓക്കെ പല്ല് കണ്ടുട്ടോ. അടിപൊളി. 6 ഇപ്പൊ ലാസ്റ്റ് പല്ല് ഇപ്പൊ 7-8 വന്നുകൊണ്ടിരിക്കുന്നു അറ്റത്ത്. അപ്പൊ അടുത്ത പുള്ളിനെ ഇറക്കാൻ പോവാണ്. ഇതാ കാണുന്നത്. ഇവന്റെ പേരെന്താ? നേരത്തെ പറഞ്ഞില്ലേ ഓൾറെഡി നമ്മുടെ മാഞ്ഞാലിക്കുന്നവരുള്ള ഫ്രണ്ട്സ് നല്ല എടുത്തേക്കണേ. കൊടുത്താണ്. ഇവനിപ്പം 3 വയസ്സായിട്ടില്ല. കുസൃതിയാണുള്ളവനാണല്ലേ. നല്ല ആക്റ്റീവാണ്. അവര് കണ്ട് കൂടുതലാണ്. HF ജേഴ്സി എന്റെ അമ്മേ. പക്ഷെ ഞാൻ ചിക്കൻ തരുന്ന കാര്യം പറഞ്ഞില്ലേ, അതേ കൂട്ടാണ്. ഇവൻ ക്യാരക്ടർ ബേസ് ചെയ്ത് പക്കയാണ്. ഇവന് എത്ര തുള്ളിച്ചാടിയും ധൈര്യപ്പെട്ട് ഒപ്പം നിൽക്കാം. നമ്മൾ ഉപദ്രവിക്കില്ല. ആള് നമ്മൾ പേടിപ്പിക്കും.
അല്ല അങ്ങനെയല്ല, ഇത് പുറത്തിറങ്ങുമ്പോ എന്റെ ഒരു കുസൃതി കാണിക്കുന്നത്. അപ്പൊ ഇത് കണ്ടില്ലേ, ഇത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട്. ഞാൻ നേരത്തെ സൂചിച്ചില്ല, പെരുന്നാൾ വരെ നമ്മൾ നോക്കുന്നു. അപ്പൊ ഇതേപോലത്തെ ബുള്ളൊക്കെ അവർക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ബുള്ളിന്റെ സകല ലക്ഷണം കേട്ടോ. ഇത്രയും സമയം നമ്മൾ കണ്ടോണ്ടിരുന്ന മുസീരീസ് അഗ്രി ഫാമിലെ പോത്തൂട്ടന്മാരെയും കാടക്കുട്ടന്മാരുടെയും കാഴ്ചകളാട്ടോ. അടിപൊളി കാഴ്ചകളായിരുന്നല്ലോ. അപ്പൊ ഇവരൊക്കെ വിൽക്കാനുള്ളതാണ്. അപ്പൊ കോൺടാക്ട് നമ്പർ ഞങ്ങൾ ചാനലിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.